കണ്ണൂർ എരഞ്ഞോളിയിലെ ബോംബ് സ്ഫോടനത്തിൽ തുറന്നു പറച്ചിൽ നടത്തിയ യുവതിക്ക് നേരെ CPIMന്റെ ഭീഷണി. സീനയുടെ വീട്ടിലെത്തിയാണ് CPIM പഞ്ചായത്ത് അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയത്. മകളെ നിലയ്ക്ക് നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമാണ് രക്ഷിതാക്കളോട് CPIM നേതാക്കൾ പറഞ്ഞത്. പലയിടങ്ങളിലും ഒറ്റപ്പെടുത്തൽ ആരംഭിച്ചുവെന്നാണ് സീന പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. നമുക്കൊപ്പം സീന തത്സമയം ചേരുകയാണ്. ഗുഡ് ഈവനിംഗ് സീന. ഗുഡ് ഈവനിംഗ് മാം. ജോലിക്കൊക്കെ പോയി തിരികെ വീട്ടിലെത്തിയിരിക്കുകയാണല്ലേ? ഓ എത്തിയിട്ടുണ്ട്. ഇന്ന് സേഫായി എത്തിയിട്ടുണ്ട്, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി അങ്ങോട്ട് സേഫ് ആയിരിക്കും. സീനയെ തൊടാനുള്ള ധൈര്യമൊന്നും അവിടെയുള്ള ഒരു പാർട്ടിക്കാരനും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തത്സമയം നമ്മൾ വിളിച്ചത്. അതല്ല മാം, ഞാനിവിടെ വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബ്രീത്ത് എന്താണെന്നറിയാം, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അവിടെ ഇപ്പോൾ ഒരു ശ്വാസമല്ലല്ലോ, പല ശ്വാസങ്ങൾ ചേരുന്ന ഒരിടമാണല്ലോ എരഞ്ഞോളി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് സീനയ്ക്ക് മനസ്സിലായി കാണുമല്ലോ. ധൈര്യമായി പറഞ്ഞോളൂ. സീന അവിടെ ബോംബുണ്ട്, ബോംബ് നിർമ്മിക്കുന്നുണ്ട്, ബോംബ് പൊട്ടുന്നുണ്ട്. അതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. അതേക്കുറിച്ചല്ലേ സീന പറഞ്ഞോളൂ. അതിന് ഇത്രയും വന്ന് പേടിപ്പിക്കുന്നത് എന്തിനാണ് വീട്ടുകാരെയൊക്കെ? അതെ, ഞാനൊരു കാര്യം പറയട്ടെ. പേടിക്കാൻ എന്തെങ്കിലും ഉള്ളത് കൊണ്ടാണല്ലോ, വെളിയിൽ അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ വന്ന് ഭയപ്പെടുത്തുന്നത്. വീട്ടുകാരെന്ത് പറഞ്ഞു ഈ പഞ്ചായത്ത് അംഗങ്ങൾ വീട്ടിൽ വന്ന് പോയതിനു ശേഷം? അമ്മ പറഞ്ഞു, അമ്മ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവൾ ഞാൻ പറഞ്ഞ കേൾക്കില്ല. അമ്മ അവരുടെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ ഞങ്ങളെ കൊല്ലുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ചിരിച്ചുകൊണ്ടില്ലേ, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് അവരിറങ്ങിപ്പോയത് വീട്ടിൽ. കൊല്ലില്ല, ഒന്ന് ചെറുതായി ഒന്ന് പേടിപ്പിച്ചു വിടും, അതാണ് അവിടെ ഉണ്ടായതല്ലേ? അത് എന്താ, നമുക്ക് ഇനി നമ്മുടെ മുമ്പിൽ കിടക്കല്ലേ മാം, വർഷങ്ങൾ കിടക്കല്ലേ, നമുക്ക് കാണാലോ എന്താ സംഭവിക്കാൻ പോകുന്നത്, കാണാലോ. സീനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എൻ്റെ അച്ഛൻ അവിടെ, എൻ്റെ സ്വന്തം വീടാണ്. അവിടെ എൻ്റെ അച്ഛനും അമ്മയും ആണുള്ളത്. പിന്നെ ഇവിടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും ആണുള്ളത്. സീന അവിടെയുള്ള ആളല്ല, പുറത്തു നിന്നാണ് വരുന്നത്. അവിടെ അങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കുന്നതെന്ന് സീനയ്ക്ക് അറിയില്ല എന്നൊക്കെയുള്ളൊരു വാദം ആദ്യം ഉയരുന്നത് കേട്ടിരുന്നു. അതിനുശേഷം അതേക്കുറിച്ച് പറയുന്നത് മറ്റു പാർട്ടിയിൽപ്പെട്ട ആളായതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരൻ്റെ പറമ്പിലാണല്ലോ ബോംബ് കിടന്നത് എന്നൊക്കെയുള്ളതായിരുന്നു മറ്റൊരു വാദം. ഈ പലതരം രാഷ്ട്രീയ വാദങ്ങൾ ഉയരുമ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും സീനയുടെ രാഷ്ട്രീയത്തെ പറ്റി. ശരിക്കും സീന ആരാണ്? ഇന്ത്യൻ. എന്തോ, ഞാനൊരു ആർമി ഉദ്യോഗസ്ഥന്റെ മകളാണ്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. രാജ്യത്തിനോട് സ്നേഹമുള്ളതാണ്, രാജ്യത്തിലെ ജനങ്ങളോട് സ്നേഹമുള്ള ആളാണ്. ഈ രാജ്യസ്നേഹി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് ഒരു, അല്ലെങ്കിൽ എനിക്ക് ജീവിതം പണയം വെച്ചിട്ട്, അതിപ്പോ സത്യം പറയുന്നവരെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ സീന ആ ഒരു രാഷ്ട്രീയമായി പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളെ ഒന്നും ഭയക്കുന്നില്ല? ഇല്ല, ഭയക്കണില്ല. ഇതിൽ നമ്മുടെ പട്ടാളത്തിലെ ഒരു വാക്കുണ്ട്, ജോ ഡർഗിയ വോ മർഗയാന്നുണ്ട്. അതാണ് ഞങ്ങൾ ചെറുതിലേ കേട്ട് വളർന്നത്. അതിപ്പോ ഭയമൊന്നുമില്ലാന്നേ. അതാണ് സ്പിരിറ്റ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. നമ്മളിപ്പോൾ തത്സമയമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിൽ നോ എഡിറ്റ്സ് നോ കട്ട്സ്. എന്താണ് സീന പറയുന്നത്, അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യമേ ഉള്ളൂ സീന, ഈ ഒരു വിഷയത്തെക്കുറിച്ച് അമ്മയ്ക്ക് പോലും പേടിയായിരുന്നല്ലോ പറയാൻ. അമ്മയും അയൽക്കാരിയും ഒക്കെ സീനയെ തടയുന്നുണ്ടായിരുന്നു. സീന ആദ്യം ആ വരുമ്പോഴേക്കും അതെന്താ വെച്ചാൽ അമ്മ വളർന്നത് പിന്നെ കോടേരി ഭാഗത്താണ്. അതും പാർട്ടി ഗ്രാമമാണ്, ഇതും പാർട്ടി ഗ്രാമമാണ്. ഇത് നമ്മൾ പാർട്ടി ഓഫീസിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷം 39 വർഷത്തോളം ആ ഏരിയയിൽ ഞാൻ അതിന്റെ കുറച്ചപ്പുറത്താണ് കാവിന്റെ അടുത്താണ് എൻ്റെ അച്ഛൻ്റെ വീട്. അവിടെ ഞാൻ വളർന്നത്. അതിന് നിയറസ്റ്റ് ആയിട്ട് ഞങ്ങൾ പാവങ്ങളാണ്, ഉള്ള പൈസക്ക് എടുത്ത വീടാണ്. ഞങ്ങൾക്ക് ഈ ഭയന്നിട്ട് ഓടിപ്പോയി ഒളിക്കാൻ വേറെ സ്ഥലങ്ങളില്ലല്ലോ. ഓടിപ്പോയി ഒളിക്കാൻ തുടങ്ങിയാൽ ഓടാനേ സമയം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയൊരു തിരിച്ചറിവ്, ഇപ്പോൾ സീന തുറന്നു പറയുന്നത് പോലുള്ള ഒരു തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടിരുന്നു. അത് വോട്ടായി മാറുന്നതും കണ്ടിരുന്നു. പാർട്ടിക്ക് ചെറിയ പേടിയുണ്ട്, ആളുകളൊക്കെ അകന്നു പോകുന്നുണ്ട് എന്നതിൽ. അതല്ല മാം, ആരും പ്രതികരിക്കില്ല, ഒരു കുട്ടി പോലും പ്രതികരിക്കില്ല. കാരണം എല്ലാവർക്കും ജീവനിൽ ഭയാണ്. അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് വോട്ടിലൂടെ ആയിരിക്കാം. അത് ഓരോരുത്തരും ഓരോ കാര്യങ്ങളല്ലേ. ഇപ്പോൾ സീന പുറത്ത് പറഞ്ഞത് പലരുടെയും ഉള്ളിലുള്ള അവർ പറയാൻ ആഗ്രഹിച്ച കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ?
ഉവ് എന്നെ ഒത്തിരി പേര് വിളിച്ചിട്ടുണ്ട്, നാട്ടിലുള്ള പലരും എന്നെ വിളിച്ചിട്ടുണ്ട്, അമ്മേനെ വിളിച്ചിട്ടുണ്ട്, അമ്മേൻ്റെ അടുത്ത് പലരും പോകുന്നുണ്ട്. അവളുടെ അടുത്ത് എന്താ പറയണത്, നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ച് ഭയന്നിട്ട് പറയാണ്ടിരുന്ന കാര്യമാണ് അവൾ പറഞ്ഞത്. എല്ലാവർക്കും ഇപ്പം എൻ്റെ ജീവിതത്തെ പിടിച്ച് എനിക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യത്തെ പിടിച്ച് അവർക്കൊക്കെ ഭയങ്കര ഭയമാണ്. പക്ഷെ എനിക്ക് ഭയമില്ല കേട്ടോ, ഐ എം കൂൾ. അങ്ങനെ തന്നെ കൂളായിരിക്കണം. നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? സീന പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ മുതൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ എന്നല്ലേ? അതെ, ജോ ഡർ ഗയാ വോ മർ ഗയാ. അപ്പോൾ ആ ഭയമില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. അതോടൊപ്പം തന്നെ അറിയേണ്ട ഒരു കാര്യം, ഈ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ വളരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ ജീവിക്കുമ്പോൾ അവിടെ പാർട്ടി പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം, പാർട്ടി ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം. അഥവാ എന്തെങ്കിലും കണ്ടാലും അത് മിണ്ടരുത്. നേരത്തെ സീന തന്നെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, കുരങ്ങന്മാരുടെ 3 കുരങ്ങന്മാർ ഇരിക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് അവിടെ കഴിയുന്ന എല്ലാവർക്കും എന്നാണ്. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണ്ടേ സീന? അത് ജനങ്ങൾ തീരുമാനിക്കേണ്ടതല്ലേ? ജനങ്ങൾ എന്നെ പോലെ ഓരോ ആളും വന്നാൽ അത് മാറുന്നതേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, പേടിച്ച് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഓടാനേ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ഒരു പ്രാവശ്യം നിങ്ങൾ നിവർന്ന് നോക്കൂ, അവര് നിങ്ങളെ പേടിപ്പിക്കില്ല. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തുകയാണോ കണ്ണൂരിൽ? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അവിടെയുള്ള ആരും പറയുമെന്ന് എനിക്ക് ഒരു ഹോപ്പുമില്ല. എല്ലാവർക്കും ഭയമാണ്. അവരുടെ വീട് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ അവരുടെ കാറ് നഷ്ടപ്പെടുമോ, അവരെ കുട്ടികളെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഒരു ഭയത്താലാണ് അവരാരും പറയാത്തത്. പക്ഷെ ആ രീതിയിൽ പാർട്ടി ഇങ്ങനെ തല്ലാനും കൊല്ലാനും നടക്കില്ലേ? അവർക്ക് എന്തെങ്കിലും തല്ലാനും കൊല്ലാനും നടക്കുന്നു, അല്ലെങ്കിൽ ആളുകളെ ഉപദ്രവിക്കാൻ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാനും അതുപോലെ സമൂഹം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് വരാനും ഒക്കെയുള്ള സാധ്യതകൾ പാർട്ടി തിരിച്ചറിയുന്നില്ലേ? കാരണം അത് പാർട്ടിക്ക് തന്നെയാണല്ലോ തിരിച്ചടിയാവുക. ഇപ്പോൾ വോട്ട് ചോർച്ചയുണ്ടാകുന്നു. CPIM-നൊപ്പം നിന്നിരുന്ന അനുഭാവികളും കടുത്ത ഇടതുപക്ഷ പ്രവർത്തകരായിരുന്നവരുമൊക്കെ ഇപ്പോൾ BJP-യിലേക്ക് കൂറുമാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരൊക്കെ അതൊക്കെയാണ് തുറന്നു പറയുന്നത്. അതൊക്കെ പാർട്ടിയുടെ ഈറ്റില്ലമായ പാർട്ടി കോട്ടയായ കണ്ണൂരിൽ തന്നെ സംഭവിക്കുന്നു എന്നുള്ളത് പാർട്ടിക്ക് ഈ കൊല്ലും തല്ലുമൊക്കെ ഒഴിവാക്കാൻ കാലമായി എന്ന് അവരെ തന്നെ ഒന്ന് തോന്നിപ്പിക്കുന്ന ഒന്നാകില്ലേ സീന? ഞാൻ ഫസ്റ്റ് ആരുടെ കാര്യവും പറഞ്ഞില്ല, ഒരു പാർട്ടിയുടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ അവരെ എന്നെ ഫോക്കസ് ചെയ്ത് എന്തുകൊണ്ട് അവരാ കാര്യം ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർ എൻ്റെ പേരെ ഫോക്കസ് ചെയ്താൽ ഞാൻ എന്തിനാ ഭയക്കണേ? നിങ്ങൾ എന്തെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിലല്ലേ നിങ്ങൾ അതിനെ പറ്റിയിട്ട് അയ്യോ അവർ പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കൂ എന്നുള്ള ഭയമുള്ളത്. ഇപ്പം ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാൻ ഒരു എന്താ പറയുക, ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ ഭയക്കേണ്ട ആവശ്യം എന്താണ്? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. തെറ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല, ബോംബ് ഉണ്ടാക്കി അവിടെ ഇട്ടിരുന്നത് എടുത്തുകൊണ്ട് പോയി എന്നുള്ള കണ്ട ഒരു കാര്യം അല്ലെങ്കിൽ അറിഞ്ഞ ഒരു കാര്യമാണ് സീന പറഞ്ഞത്. ശരിയല്ലേ? ആ ബോംബിനെ കുറിച്ച് സീനയ്ക്ക് അറിയാവുന്ന കാര്യമാണോ അപ്പോൾ പറഞ്ഞത്? അത് ഞാൻ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000 ഞങ്ങൾ ആർമി ക്വാർട്ടേഴ്സിലായിരുന്നു. എൻ്റെ അച്ഛൻ ആർമിയിലല്ലേ, അപ്പോൾ ഞങ്ങൾ ക്വാർട്ടേഴ്സിലായിരുന്നു. അപ്പോൾ വീട് ചുമ്മാ വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വാടക കൊടുത്തു. അപ്പോൾ വാടക കൊടുത്ത ആളാണ് ഇങ്ങനെ പറഞ്ഞത്, ഞങ്ങൾക്ക് പേടിയാവണു, നിങ്ങൾ വരൂ, ഞങ്ങളുടെ അപ്പോൾ കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല, കല്ലിറക്കി വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കല്ലിൻ്റെ ഉള്ളിലുണ്ട് ഇത് സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 5:30 ആകുമ്പോഴേക്കും എത്തി, ഞാനും അച്ഛനും അമ്മയും എത്തിയപ്പോൾ തന്നെ നമുക്ക് അറിയുന്ന അമ്മയുടെ വീട്ടുകാരൊക്കെ ഇതിന്റെ ഒരു അനുഭാവികളാണല്ലോ. ഇതിന്റെ എന്ന് പറയുമ്പോൾ CPIM അനുഭാവികളാണ് അമ്മയുടെ കുടുംബം. ഇതിന്റെ ആണ് കാരണം അവര് കോടിയേരി ആണല്ലോ, അതൊരു പാർട്ടി ഗ്രാമമാണല്ലോ. അപ്പോൾ എന്നിട്ട് വീടിനുള്ളിൽ ഈ ബോംബ് ഉണ്ടായിരുന്നു? വീടിന്റെ ഉള്ളിലല്ല, മതിൽ കെട്ടാൻ വേണ്ടി കല്ല് വെച്ചിട്ടുണ്ടായിരുന്നു. ആ കല്ലിന്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 4 ബോംബ് കണ്ടത്. ഇങ്ങനെയാണ് അവർ കൊണ്ടുപോയത്. എങ്ങനെയാ ബോംബ് ഇങ്ങനെ ഈ കയ്യിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവർ എടുത്തുകൊണ്ട് പോയത് 4. അത് എങ്ങനത്തെ ബോംബായിരുന്നു? സ്റ്റീൽ പാത്രത്തിലായിരുന്നോ അതോ അല്ലാത്തതായിരുന്നു? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു രൂപമൊക്കെ? അത് ഞാനൊരു പൊതിഞ്ഞതാണ് കണ്ടത്. ബോംബാണെന്ന് മനസ്സിലായി. പേപ്പറിൽ പൊതിഞ്ഞൊരു സാധനമാണ് കണ്ടത്. സ്റ്റീൽ പാത്രം എന്താ ഉള്ളിൽ ബോംബാണെന്ന് മനസ്സിലായി. അത് വളരെ കൂളായി അവരങ്ങ് എടുത്തുകൊണ്ട് പോയി.
അവരെടുത്തോണ്ട് പോയി. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മളൊരു വീട് വാടക കൊടുത്തിട്ട് പോകാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ അതിന് ഇപ്പം വർഷങ്ങൾക്ക് ശേഷം ഇത് പറഞ്ഞപ്പോൾ അതിനെ എതിർക്കാൻ അവർ വരുന്നു. സത്യമല്ലേ ഞാൻ കള്ളത്തരം ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു കള്ളമായ കാര്യവും പറഞ്ഞിട്ടില്ല. അതായത് 2000-ലെ കാര്യമാണ് സീന പറഞ്ഞത്. അതായത് 24 വർഷം മുൻപ് അവരൊക്കെ അന്ന് ആ ബോംബ് എടുത്തോണ്ട് പോയവരൊക്കെ നാട്ടിൽ പാർട്ടി നേതാക്കളായൊക്കെ ഉണ്ടോ? ഇല്ല അവര് എടുത്തുകൊണ്ടുപോയ ആളും മരണപ്പെട്ടു പോയി. അയാളില്ല ഇപ്പോ. സ്ഫോടനത്തിൽ തന്നെയാണോ? അല്ല അവർക്ക് എന്തോ ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട് മരിച്ചതാണ്. ഓക്കെ. ഈ ബോംബ് പൊട്ടി അവിടെ ഒരു പ്രായമായ ആളാണ് മരിച്ചത്. കോൺഗ്രസ് പ്രവർത്തകന്റെ പറമ്പിലാണ് ഈ ബോംബ് ഉണ്ടായിരുന്നത്. ആ വീടിനെ കുറിച്ച് സീനയ്ക്ക് എന്താണ് അറിയുന്നത്? അത് ആളുകളില്ല, താമസമൊന്നും ഇല്ലാതെ, ആൾപ്പാർപ്പില്ലാതെ അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു വീടാണോ? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അത് ആ പറമ്പും ആ വീടും ഒക്കെ ഉപയോഗിക്കാൻ ആളുകൾക്ക് സാധിക്കുന്ന തരത്തിലാണോ അതിന്റെ ഒരു കിടപ്പ്, ആ വസ്തുവിന്റെ കിടപ്പ്? അതെ, എൻ്റെ വീടിൻ്റെ ജസ്റ്റ് എൻ്റെ വീട് റോഡ് സൈഡിലാണ്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ നേരെ ബാക്കിലാണ് ഈ സ്ഥലം ഉള്ളത്. അപ്പോൾ അവിടെ അവരൊക്കെ എല്ലാവരും വേറെ വീട് വെച്ചപ്പോൾ ഇവർ പാർട്ടീഷന് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു തറവാട് വീടും ഉണ്ട്, അതിന് ചുറ്റും സ്ഥലമുണ്ട്. അപ്പോൾ റോഡിലുള്ള ആരും അങ്ങോട്ടേക്ക് അങ്ങോട്ടേ നോക്കില്ല. കാരണം മുന്നിലൊരു മറിയായിട്ടൊരു വീടുണ്ടല്ലോ, ആ വീടിന്റെ ബാക്കിലാണ് ഈ സ്ഥലവും പറമ്പ്. ആ വീടും പറമ്പും കുറച്ച് നടയായിട്ട് ഉള്ളോട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് നമുക്കറിയത്തില്ലല്ലോ. ഞാൻ അവിടെ അവരുണ്ടാക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാനെന്നാ പറഞ്ഞത്, നിങ്ങൾ ഇതുപോലെ അലക്ഷ്യമായി സൂക്ഷിക്കുന്ന ബോംബ് ഞങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളുടെ ജീവനാണ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഒരു രാഷ്ട്രീയം പോലും ഇല്ലാത്ത കുഞ്ഞു മക്കള് അവർ കളിക്കുമ്പോൾ അവരുടെ ബോള് വീണ എടുക്കുമ്പോൾ പുല്ല് വെട്ടാൻ പോകുന്ന സ്ത്രീകള് അവരുടെ പുല്ല് കൊണ്ട് അറിയത്തില്ലല്ലോ എവിടെ വെക്കുന്നു, എന്ത് വെക്കുന്നു. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാലി വീടും ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ ഉണ്ടാക്കുന്ന ആരായാലും ഈ ഉണ്ടാക്കിയ സാധനം കെയർലെസ് ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള സാധാരണ ജനങ്ങള് വോട്ട് ചെയ്യാനുള്ള യന്ത്രങ്ങളല്ല. ഞങ്ങൾക്ക് ജീവനുണ്ട്, ഞങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് കെയർലെസ് ആയി സൂക്ഷിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ കെയർലെസ് ആയി സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിയമപ്രകാരം അല്ലെങ്കിൽ നിയമവിധേയമായി ചെയ്യുന്ന ഒരു കാര്യമല്ല സീന. അവർ ചെയ്യുന്നത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അതാണ് സീന ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ പേരിൽ സീനയെ ഭീഷണിപ്പെടുത്താൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? പാർട്ടിയുടെ നേതാക്കളെയൊക്കെ ഇത് അറിയിക്കണ്ടേ? എന്താ പറയാ, ഇപ്പോ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ പറ്റി ഞാൻ ഇങ്ങനെ ചെയ്തു, വേറൊരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു, ഞാൻ അവരെ പേര് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെയില്ലാത്ത ആളുകൾ എന്നെ ബ്ലെയിം ചെയ്യേണ്ട ആവശ്യം എന്താ? അവരത് ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് അവർ ഭയപ്പെടുന്നത്? നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, കോഴിയെ കട്ടവന്റെ തലയിൽ പപ്പിരിക്കുന്നെന്ന് പറയുമ്പോൾ പതിയെ എടുത്ത് തപ്പി നോക്കുന്നത് പോലെ നേരെ ഭീഷണിയുമായി ആരാണോ വന്നത് അവർക്ക് ആ ബോംബുമായി എന്തെങ്കിലും ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കേണ്ടല്ലോ, പറയണ്ടല്ലോ. അതാണ് എൻ്റെ വീട്ടിലൊക്കെ വന്നിട്ട് പറയേണ്ട ആവശ്യം എന്താണ്? ഇപ്പൊ അവര് ഒരു ആർമി ഓഫീസറാണ്, റിട്ടയർഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെ വീട്ടിലൊക്കെ വരേണ്ട ആവശ്യം എന്താണ്? അവരത് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് വരുന്നത്? നിങ്ങളത് ശരി, നിങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല. അത് ഞാൻ ഒരാളെ പേര് പോലും പറഞ്ഞു. ഞാൻ അവിടുത്തെ ജനങ്ങളുടെ സേഫ്റ്റിക്ക് മാത്രമാണ് പറഞ്ഞത്. അവിടെയുള്ള ഓരോ പൗരനും പേടിച്ചിരിക്കുകയായിരിക്കാം, പക്ഷെ അവർക്കൊക്കെ വേണ്ടി എൻ്റെ ജീവൻ, എൻ്റെ വീട്ടുകാരുടെ ജീവൻ ഒക്കെ എന്താ പറയാ ഒരു കത്തിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി സഹികെട്ടിട്ടാണ് പറഞ്ഞത്. കാരണം എൻ്റെ അച്ഛൻ ഒരു ആർമി ഓഫീസറാണ്. മാത്തിനറിയാം, ആർമിയിൽ ഉള്ള ആൾക്കാർ അടങ്ങിയിരിക്കില്ല. എൻ്റെ അച്ഛനും നാളെ അടക്കിയെടുക്കാൻ വേണ്ടി പോവും, തേങ്ങ വെറുക്കാൻ വേണ്ടി പോവും, പറഞ്ഞാൽ അനുസരിക്കില്ല, വയസ്സായവർക്ക് അനുസരിക്കില്ല. അപ്പോൾ അങ്ങനെ പോകുന്ന ആൾക്കാർ നമ്മളെ കൺമുമ്പിൽ പൊട്ടിച്ചിതറുന്നത് കാണണോ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നമ്മുടെ മക്കള് കളിക്കാൻ പോകാൻ പാടില്ല എന്ന് അവരോട് പറയണോ? പുല്ലരിയാൻ പോകുന്നവരോട് നിങ്ങൾ പുല്ലരിയാൻ പാടില്ല, ഒരു കാലി സ്ഥലത്തും നിങ്ങൾ പുല്ലരിയാൻ പോകാൻ പാടില്ല, അങ്ങനെ പറയുന്നതാണോ നല്ലത്? അല്ലെങ്കിൽ ശരി, നിങ്ങൾ വെച്ചിടം മറന്നുപോയി എങ്കിൽ സമാധാനമായിട്ട് പറയാം, പോലീസിൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ കൊണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങളത് റെയ്ഡ് ചെയ്ത് എടുത്തോളൂ. അത് ഇപ്പൊ എന്തെല്ലാം മെഷീനറീസ് ഉണ്ട്, അതുകൊണ്ടൊന്ന് റെയ്ഡ് ചെയ്ത് എടുത്തോളൂ, ജനങ്ങളുടെ ലൈഫ് സേഫ് ആയിക്കോളൂ എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതിന് പകരം ഒരു നാടിനെ
ഞാൻ അപമാനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല, സീന എങ്ങനെയാണ് അപമാനിക്കുക? അതെനിക്ക് മനസ്സിലാകുന്നില്ല. സീന എങ്ങനെയാണ് അപമാനിക്കുക? സീന ആ നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിൽ നാടിന് ഒരു അപമാനവും ഇല്ല എന്ന് മാത്രമല്ല, ഈ ബോംബ് കൊണ്ടുവച്ചവർക്ക് ഒരു നാണക്കേടുണ്ടായി അവർ ഈ ബോംബ് ഉണ്ടാക്കൽ നിർത്തുകയാണ് വേണ്ടത്. ബോംബിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പ്രസംഗങ്ങളിൽ മാത്രം ബോംബ് രാഷ്ട്രീയത്തിനും അക്രമ രാഷ്ട്രീയത്തിനും എതിരാണ് എന്ന് പറഞ്ഞ് 4 സർവകക്ഷി യോഗം വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരാൾ നേർക്ക് നേരെ നിന്ന് ഒരു കാര്യം ചൂണ്ടി പറയുമ്പോൾ അത് തിരുത്താൻ തയ്യാറാവുകയല്ലേ വേണ്ടത്. അതിന് പകരം വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. സീന ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. സീന എന്താണോ പറയേണ്ടത്, പൊതുജനം പ്രതികരിക്കണം. ആ പ്രതികരണം മാത്രമേ സീന ചെയ്തിട്ടുള്ളൂ. ഒറ്റ കാര്യം കൂടി, സീനയെ പേടിപ്പിക്കാനല്ല, സീനയുടെയും സീനയുടെ കുടുംബ വീട്ടിലുമൊക്കെ CCTV ക്യാമറയൊക്കെ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ക്യാമറയൊന്നുമില്ല. ഇനി ക്യാമറ ഫിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഏതായാലും ഒരാൾ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോൾ നമ്മൾ ഊഴം കാത്ത് നിന്നാൽ മതിയല്ലോ എപ്പോൾ വേണമെന്നുള്ളത്. അതിപ്പോൾ ഭയമില്ലാതെ എനിക്ക് പോവാം. കാരണം ഏതായാലും എൻ്റെ മേലെ അവരൊരു സ്കെച്ച് ഇട്ടു. ഇനിയിപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോകുമ്പോൾ ഇനി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ന്യൂസ് കേൾക്കാം. പക്ഷേ അതിലൊന്നും എനിക്ക് ഭയമില്ല. ഏതായാലും ഇത്രയും വയസ്സ് വരെ ജീവിച്ചല്ലോ, ഇനി നാട്ടുകാർക്ക് വേണ്ടി മരിച്ചാലും സമാധാനമായിട്ടിരിക്കാം. സീന, അതൊരു വളരെ ശക്തമായ സുദൃഢമായ ഒരു തൻ്റെടമുള്ള ഒരു മറുപടി എന്നേ എനിക്കതിനെ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ സീനയുടെ ജീവൻ, സീന സത്യം പറഞ്ഞതിന്, സീന നേരിൽ കണ്ണിന് മുന്നിൽ കണ്ട സ്വന്തം വീട് വാടകയ്ക്ക് കൊടുത്തപ്പോൾ അവിടെ നിന്ന് ബോംബ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞതിനൊക്കെ വേട്ടയാടുകയാണെങ്കിൽ അങ്ങനെ വേട്ടയാടി തോൽപ്പിക്കാനും കൊന്ന് ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ കേരളം അങ്ങനെ നിന്നു കൊടുക്കില്ല. കേരളം സീനയ്ക്കൊപ്പം തന്നെ ഉണ്ടാകും. സീന, സത്യം ജയിക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ സീന, അപ്പോൾ ധൈര്യത്തോടെ നിലപാട് ഉയർത്തിപ്പിടിച്ചതിന്, അതുപോലെ തന്നെ സത്യമായി വിളിച്ചു പറഞ്ഞതിന് ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ. സീനയ്ക്ക് സത്യമേ ജയിക്കൂ സീന. അതുകൊണ്ട് ഈ ഭീഷണിയുമായി വരുന്ന ആളുകളുടെയൊക്കെ ഭീഷണിക്ക് മുന്നിൽ പതറാതെ തന്നെ മുന്നോട്ട് പോകൂ. ധൈര്യമായിട്ട് തന്നെ ജോലിക്കുമൊക്കെ പോയിക്കോളൂ. ഒരു വണ്ടിയും സീനയെ ഇടിച്ചിടാനോ അല്ലെങ്കിൽ ഒരു കത്തിയോ ഒരു ബോംബോ സീനയുടെ വീട്ടിലേക്കോ എത്താൻ പോകുന്നില്ല സീന. താങ്ക് യു മാം.